ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ നിങ്ങൾ എല്ലാവരും +1 പഠിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സപ്പോസ് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം സ്കൂൾ തുറന്നിട്ടാകെ ഒരാഴ്ച പോലും ആയിട്ടില്ല. സോ +1 നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫിസിക്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഫിസിക്സ് ഇത്ര വലിയ ഭീകരനായിട്ടുള്ളത്? ഈ ഫിസിക്സിൽ എങ്ങനെയാണ് A+ സ്വന്തമാക്കുക, എങ്ങനെയാണ് ഫുൾ മാർക്ക് നേടുക എന്നൊക്കെ ആലോചിക്കുന്ന മക്കൾ നിരവധിയാണ്. സോ ഈ പറയുന്ന ലക്ഷ്യങ്ങളിലോട്ട് എത്തിച്ചേരാൻ നിങ്ങൾ ആകെ 3 കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പരിശോധിക്കാൻ പോകുന്നത്. സോ ആദ്യം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട പരിപാടി, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ തുടങ്ങുക. സിമിലർ +1 സയൻസ് ഓപ്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എല്ലാവരിലോട്ടും വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സിമിലർ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയ്ക്ക് ശേഷം ഇത് കംപ്ലീറ്റ്ലി കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നിങ്ങളുടെ വാലിഡ് ആയ ഒരു അഭിപ്രായം ഉറപ്പായും ഇതിന്റെ കമന്റ് ബോക്സിനകത്ത് അറിയിക്കുക. അതെന്തായാലും കൺസിഡർ ചെയ്യും. നിങ്ങളുടെ നീഡുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു, ഇനി ഏതു തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന കാര്യം ഉറപ്പായും കമന്റ് ചെയ്തതിനു ശേഷം കാണാൻ തുടങ്ങുക. സോ ലേറ്റ് ആക്കുന്നില്ല, +1 ഫിസിക്സ്. എന്തുകൊണ്ടാണ് ഫിസിക്സ് ഇത്രത്തോളം ഭീകരനായിട്ട് മാറുന്നത്? അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 14 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ചാപ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ മാത്രമല്ല ആ വലിപ്പമുള്ളത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ 7 ചാപ്റ്റേഴ്സ് പഠിച്ച കുട്ടികളാണ്. സോ ഇവിടെ 14 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എണ്ണം ആലോചിച്ച് നിങ്ങളിൽ പലരും ടെൻഷൻ അടിക്കാറുണ്ട്. ആക്ച്വലി ആ എണ്ണത്തിനപ്പുറം ഓരോ ചാപ്റ്റേഴ്സും ഉൾക്കൊള്ളുന്ന കോണ്ടന്റ് വളരെ വലുതാണ്. ഇപ്പൊ പലർക്കും ചിലപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയപ്പോൾ തോന്നുന്ന കാര്യം, ഇത് വളരെ എളുപ്പമല്ലേ, ഇത് സിമ്പിൾ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. അത് ആക്ച്വലി ഒരു ഇനീഷ്യൽ ചാപ്റ്റർ എന്ന രീതിയിലാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ചാപ്റ്റർ അത്രയും സിമ്പിൾ ആയിരിക്കുന്നത്. പക്ഷെ തുടർന്ന് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ആ രീതിയിലുള്ള ചാപ്റ്റേഴ്സ് അല്ല എന്ന റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. സോ 14 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 13 ചാപ്റ്റേഴ്സ് എങ്കിലും ഭീകരമായ ചാപ്റ്റേഴ്സ് ആണ് എന്ന റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയുക. ഫൈൻ, ഭീകരം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കില്ല എന്നല്ല, ഒരിക്കലും ലാസ്റ്റ് മൊമെന്റ് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ല അവയൊന്നും. ഫൈൻ, അടുത്തൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കടക്കുന്നു. ഓരോ പരീക്ഷകളിലും നിങ്ങളെ കാത്തിരിപ്പുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണം നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, ഓണം എക്സാം. നിങ്ങൾക്കൊരു ഒഫീഷ്യലായ ഓണം എക്സാം ഇല്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്കൂളുകാർ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റ് പോലുള്ള ഒരു പരീക്ഷയായിരിക്കും ഓണത്തിന് എന്തായാലും ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 15ഓളം ദിവസം ലേറ്റ് ആയിട്ടാണ് +1 ക്ലാസ്സും ആരംഭിച്ചിരിക്കുന്നത്. സോ ഓണം എക്സാമിന് ഒരു 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സും മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൽ നിന്നും ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ ക്രിസ്മസ് എക്സാമിലോട്ട് വരുമ്പോൾ അത് 11 ചാപ്റ്റേഴ്സ് ആയിട്ട് മാറും. അതായത് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും ബാക്കിയുള്ള 9 ചാപ്റ്റേഴ്സും കൂടി ചേർന്ന് 11 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരിക്കും. അപ് ടു തെർമോഡൈനാമിക്സ് വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. തെർമോഡൈനാമിക്സിൽ നിന്ന് കൂടി ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായിരിക്കും. 11ാമത്തെ ചാപ്റ്ററാണ്. പബ്ലിക് എക്സാമിന് 14 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. പബ്ലിക് എക്സാം പോലെ തന്നെ മോഡൽ എക്സാമിനും 14 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. സോ ഇതാണ് ഓരോ പരീക്ഷയും ഉൾക്കൊള്ളുന്ന ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 10ാം ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷ എത്തിക്കഴിഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷയിൽ ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സിന് വലിയ പ്രാധാന്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ പരീക്ഷയിലും കൃത്യമായ ചാപ്റ്റേഴ്സിൽ നിന്ന് വെയിറ്റേജ് അനുസരിച്ച് ചോദ്യം ഉണ്ടായിരിക്കും. അതായത് ക്രിസ്മസ് പരീക്ഷയിലും ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സിന് എന്തായാലും ചോദ്യം ഉണ്ടായിരിക്കും. പബ്ലിക് എക്സാമിനും ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സിന് അത് ഡിമാൻഡ് ചെയ്യുന്ന വെയിറ്റേജിനനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സോ എല്ലാ പരീക്ഷയിലും ചാപ്റ്റേഴ്സിന് ഈക്വൽ പ്രയോറിറ്റി തന്നെ നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, നമുക്ക് നമ്മുടെ ഓരോരോ സ്റ്റെപ്പുകളിലോട്ട് കടന്നാലോ. സ്റ്റെപ്പ് നമ്പർ 1, കോണ്ടന്റ് ക്ലാരിറ്റി. അതായത് എനിക്കറിയാൻ സാധിക്കും, ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി മക്കളും 10ാം ക്ലാസ്സിലൊക്കെ ഒരു നവംബർ ഡിസംബർ മാസമൊക്കെ ആയിരിക്കും കുറച്ച് സീരിയസ്നെസ്സോട് തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ഈ ക്രിസ്മസ് പരീക്ഷയോട് അടുപ്പിച്ചായിരിക്കും നിങ്ങളിത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ശരിയല്ലേ? ശരിയാണെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് അതെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണം. സത്യമല്ലേ? കാരണം നമുക്ക് ആ സമയത്തായിരിക്കുമോ എനിക്ക് A+ മേടിക്കണം എന്നൊരു തോന്നൽ, ആ റിയലൈസേഷൻ പലർക്കും വന്നിട്ടുണ്ടാവുക. സോ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 3 മാസം നന്നായിട്ട് പഠിച്ചു. മാർച്ചിൽ നല്ല മാർക്കോടെ അല്ലെങ്കിൽ ഫുൾ A+ഓടെ ഒക്കെ പാസ്സായ ആളുകളായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ A+കളുടെ എണ്ണം വളരെ 8ഉം 7ഉം 9ഉം ഒക്കെ നേടിയവരായിരിക്കും നിങ്ങളിൽ പലരും ഉണ്ടാവുക. സത്യമല്ലേ? തീർച്ചയായും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇവിടെ അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മോശക്കാരാക്കുകയല്ല. അത് ചിലർക്കത് സാധ്യമാണ്, അല്ലെങ്കിൽ ചിലർ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റി മക്കൾക്കും അത് സാധിക്കാത്തൊരു ലക്ഷ്യമാണ്. അതിന്റെ കാരണം
ഈ പറയുന്ന ഇത്രയും വലിയ ഭാരിച്ച ചാപ്റ്റേഴ്സിന്റെ എണ്ണം തന്നെയാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവിടെ ഉണ്ടാവുന്നത് ഒരു 3.5 ചാപ്റ്റർ മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു 4 ചാപ്റ്റേഴ്സ്, 4 ചാപ്റ്റേഴ്സ് അത്രയേ ഉള്ളൂ. ക്രിസ്മസ് പരീക്ഷ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷെ ആ 4 ചാപ്റ്റേഴ്സ് അല്ലേ ഇവിടെ 11 ചാപ്റ്റേഴ്സ് ആണടാ. ഈ 11 ചാപ്റ്റേഴ്സ് ഒരു പരീക്ഷയുടെ തലേന്നാളോ അല്ലെങ്കിൽ ഒരാഴ്ച മുൻപോ 1 മാസം മുൻപോ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഇതുപോലെ തന്നെ കെമിസ്ട്രിയിലും മാത്സിലും ബയോളജിയിലും നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. സോ അത് മനസ്സിലാക്കുക. സോ കോണ്ടന്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായി സ്ട്രക്ചർ ചെയ്ത് എല്ലാവരും പഠിച്ചു തുടങ്ങുക, എങ്കിലേ കാര്യമുള്ളൂ. അപ്പോഴും സാർ എനിക്ക് ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഇന്ന് പഠിച്ചെടുക്കുന്നത് സാധ്യമല്ല. ശരിയാണ്, മനുഷ്യന്മാരാണ്, ഒരിക്കലും അത് പോസിബിൾ ആയ കാര്യമല്ല. സോ ബെറ്റർ ഒരു ചാപ്റ്ററിന് ഡിഫറെന്റ് പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അത് ഒരു ചാപ്റ്ററിന് ഒരു 5 or 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ കൃത്യമായി തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ കുത്തിയിരുന്ന് ഞാൻ ഇന്ന് 1ാമത്തെ ചാപ്റ്റർ തീർക്കുമെന്ന് പറഞ്ഞാൽ നടപടിയാവൂല. സോ നിങ്ങൾ ഒരു 6 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ ചാപ്റ്ററിനെ കൃത്യമായി തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ 1ാമത്തെ ഭാഗത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ SI സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ടിനകത്ത് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് പാർട്ടിനകത്ത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പഠിക്കുക. അടുത്ത പാർട്ടിനകത്ത് അടുത്ത ടോപ്പിക്കായ ഡയമെൻഷൻസ് പഠിക്കുക. പിന്നെ ഡയമെൻഷൻ അനാലിസിസിന്റെ അപ്ലിക്കേഷൻസ് പഠിക്കുക. സോ ആ രീതിയിൽ ഓരോ ദിവസത്തെയും കൃത്യമായി തന്നെ ഷെഡ്യൂൾ ചെയ്ത് ഒരു ചാപ്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ കുത്തിയിരുന്ന് ഇന്ന് തന്നെ എല്ലാം തീർക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ പറയുന്ന പോലെ അതിമോഹമായിട്ട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ഫസ്റ്റ് വൺ. സോ കൃത്യമായ കോണ്ടന്റ് ക്ലാരിറ്റി എല്ലാ ചാപ്റ്റേഴ്സിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് വേണം. അതൊരിക്കലും ലാസ്റ്റ് മൊമെന്റിൽ മാത്രം പഠിച്ച അറിവായിരിക്കരുത്. ഈ ഒരു അക്കാഡമിക് ഇയറിന്റെ തുടക്കം മുതൽ തന്നെ സ്ട്രക്ചർ ചെയ്ത് നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഫൈൻ. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ +1 ഫിസിക്സിൽ 50ൽ കൂടുതൽ ഡെറിവേഷൻസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എന്താണ് ഡെറിവേഷൻസ്? പല ലോഞ്ചുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈവുകളിലും പറഞ്ഞ കാര്യമാണ്. അതായത് മക്കളെ, നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിനകത്ത് ഒരു ഫോർമുല നമ്മൾ കൺസിഡർ ചെയ്തു. ഉദാഹരണം ലെൻസസ് ഫോർമുല 1/f = 1/v - 1/u. ആ ഫോർമുല എങ്ങനെ വന്നു എന്ന കാര്യം നമുക്ക് അറിയണമെന്നില്ല, നമുക്കത് പഠിക്കേണ്ട ആവശ്യവും 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ +1ൽ അതുപോലുള്ള ഒരു 50 ഫോർമുലാസ് എങ്ങനെ വന്നു എന്നത് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ഡെറിവേഷൻ മിനിമം ഒരു 2 പേജ് പോകുന്ന പോലെയാണ് ഡെറിവേഷൻസ് എല്ലാം ഉള്ളത്. സോ അത്തരം ഡെറിവേഷൻസ് ഒരു 50 എണ്ണം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ എന്തിനായി 50 എണ്ണം പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറൗണ്ട് ഒരു 20ൽ കൂടുതൽ മാർക്കിന് ഡെറിവേഷൻസ് മാത്രം പരീക്ഷയിൽ ചോദിക്കും. സോ ഡെറിവേഷൻസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വളഞ്ഞു തിരിഞ്ഞ് ചോദിക്കില്ല, നേരിട്ടായിരിക്കും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ഡാഷ്, ആ രീതിയിൽ തന്നെയാണ് ചോദ്യം വരിക. സോ 20 മാർക്കോളം സിമ്പിൾ ആയിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. പാസ് മാർക്കിൽ കൂടുതൽ മാർക്ക് ഡെറിവേഷൻസിൽ നിന്നും മാത്രം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷെ 50ഓളം ഡെറിവേഷൻസ് പഠിക്കണം. അതൊരിക്കലും മഗ്ഗപ്പ് ചെയ്ത് പഠിക്കുക, ഷോർട്ട് കട്ടുകൾ എഴുതി പഠിക്കുക, ബിറ്റ് വെച്ച് പാസ്സാവാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ 50 എണ്ണത്തിൽ ഒരു 40 എണ്ണം അല്ലെങ്കിൽ ഒരു 30 എണ്ണം ഒക്കെ എന്തായാലും പല പരീക്ഷകളിലും മാറി 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 ചോദിക്കുന്നവയാണ്. സോ വലിയ പോസിബിലിറ്റി ഉള്ളവന്മാരാണ്. സോ ഒരിക്കലും മനപ്പാഠം പഠിക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ 50 ഡെറിവേഷൻസ് മനസ്സിലാക്കി പഠിക്കുക. ഓരോ സ്റ്റെപ്പുകൾ തമ്മിലുള്ള റിലേഷൻ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതാണ് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. ഫൈൻ. സോ ഡെറിവേഷൻസിന് വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ബോർഡ് എക്സാം മാർക്കിന്റെ ഒരു 1/3 മാർക്ക് നമുക്ക് ഡെറിവേഷൻസ് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്ത കാര്യം, സെക്കൻഡ് കേസ് മനസ്സിലായി വിചാരിക്കുന്നു. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ PYQ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഫേസ് ചെയ്ത വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, കാരണം സിലബസ് മാറി. +1ൽ അങ്ങനെയല്ല, സിലബസ് മാറിയിട്ടില്ല, അടുത്ത വർഷമാണ് സിലബസ് മാറാൻ പോകുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചൊരു കുട്ടിക്ക്, മാത്രം വേറെ ഒന്നും പഠിച്ചിട്ടില്ല, വെറും പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചൊരു കുട്ടിയാണ് ഞാനെന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും മിനിമം ഒരു 70% മാർക്ക് കണ്ണും പൂട്ടി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. മിനിമം ആണ് ഞാൻ പറയുന്നത്. മിനിമം ഒരു 70% മാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ പലരും വിചാരിച്ചു സാർ 1 വർഷത്തെ PYQ പഠിച്ചാൽ മതിയോ, 2 വർഷത്തെ? അങ്ങനെയൊന്നുമല്ല. മിനിമം നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്കൊരു 6 വർഷത്തെങ്കിലും PYQ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ ആയിരിക്കണം. ഞാൻ 6 വർഷം ഒരിക്കലും 6 വർഷം മാത്രം മതി എന്ന് പറയുന്നില്ല. ഒരു 10 വർഷത്തേക്ക് PYQ പഠിച്ചു കഴിഞ്ഞാൽ ഈ 70ൽ നിന്ന് നിങ്ങൾക്ക് നേരെ എങ്ങോട്ട് സ്വിച്ച് ചെയ്യാറിയോ, ഒരു 90% മാർക്കിലോട്ട് സ്വിച്ച് ചെയ്യാം. ഒരു 10 വർഷത്തെ PYQ ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് +1ന്റെ പുസ്തകം മാറിയിട്ടില്ല എന്നതാണ്. ഞാൻ പഠിക്കുമ്പോഴുള്ള സിലബസ് ആണ് ഇപ്പോഴും നിങ്ങൾ പഠിക്കുന്നത്. സോ ആലോചിച്ച് നോക്കുക. സോ അത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ സിലബസിൽ ഒരു മാറ്റവുമില്ല എന്ന റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയുക. സോ ഒരു 10 ഇയേഴ്സിന്റെ ഒക്കെ PYQ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആണെന്ന് പറയാം. സോ 10 ഇയേഴ്സിലെ PYQൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജസ്റ്റ്
ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമല്ല, ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണം, ഇംപ്രൂവ്മെന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണം, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം, പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. അതായത് ഒരു വർഷത്തിൽ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണം. ഒരു ചോദ്യ പേപ്പറിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 30 ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ 4 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ 120 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഒരു വർഷം പഠിക്കുന്നത്. അതായത് ഇപ്പൊ 2025 എടുത്തു കഴിഞ്ഞു വെച്ചാൽ 2025 നിങ്ങൾ 120 ചോദ്യങ്ങൾ പഠിച്ചു. 2024 നിങ്ങൾ ഇതുപോലെ 120 ചോദ്യങ്ങൾ പഠിക്കും. 23 120 ചോദ്യം പഠിക്കും. സോ 10 വർഷത്തിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിക്കണം മക്കളെ? 1200 ക്വസ്റ്റ്യൻസ് പഠിക്കും. 1200 ചോദ്യങ്ങളൊന്നും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല സാറേ. സാർ എന്തോന്ന് ഇത് പറയും, ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 1200 ചോദ്യങ്ങളിൽ ഒരു 70% ക്വസ്റ്റ്യൻസും എന്തായിരിക്കും? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതാണ് അഡ്വാൻറ്റേജ്. അത് തന്നെയാണ് അഡ്വാൻറ്റേജ്. ഈ 1200 ചോദ്യങ്ങൾ ഞാൻ പഠിക്കണം എന്നൊന്ന് വിചാരിക്കുമല്ലോ, അതിനകത്തൊരു 70% ക്വസ്റ്റ്യൻ പേപ്പേഴ്സുള്ള ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സത്യമാണടാ. ഇപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എടുത്തു, അതിനകത്ത് ഒരു ഡയമെൻഷണൽ കറക്റ്റ്നെസിന്റെ ഒരു ചോദ്യം ഉണ്ട്. ഹാഫ് MV² MGH അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഒരു മെഷർമെന്റ് നൽകിയിട്ട് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കോമൺ ആയി കാണുന്നതാണ്. നിങ്ങൾ ആ ചാപ്റ്ററിന് ഏത് വർഷത്തെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ചോദ്യം ഉണ്ടായിരിക്കും. സോ അതാണ് ഞാൻ പറയുക, അറൌണ്ട് 70 അല്ലെങ്കിൽ ഒരു 60% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ 1200 എണ്ണം എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഈസി ആയി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യമാണെന്നുള്ള കാര്യം തിരിച്ചറിയുക. സോ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ +1 ഫിസിക്സ് പഠനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. സാർ ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. ഞാൻ ഒറ്റയ്ക്ക് ഈ പറയുന്ന PYQ കുത്തി പിടിച്ചിട്ട് നോക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചാപ്റ്റേഴ്സിനെ പാർട്ട് വൈസ് ഡിവൈഡ് ചെയ്ത് പഠിക്കാനോ ഒന്നും എന്നെ കൊണ്ട് സാധിക്കുന്നൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡെറിവേഷൻസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാൻ 50 എണ്ണം നടപടിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ന റിയലൈസേഷൻ ഈ മൊമെന്റിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ കണ്ണുമടച്ച് സൈലത്തിന് അഗ്നി ബാച്ചിലോട്ട് വായോ. 3 ബാച്ച് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ട്രസ്റ്റ് മീ, ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഫീഡ്ബാക്ക് കമന്റ് ചെയ്താൽ അവർക്കറിയാം നമ്മുടെ ക്ലാസ്സുകളുടെ നിലവാരം എങ്ങനെയാണ്, ഓരോ ചാപ്റ്റേഴ്സും എത്ര ഡെപ്തിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതൊരിക്കലും അവസാനത്തിലോട്ട് മാറ്റി വെക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് മൺസൂൺ ഓഫർ ഉണ്ട്. ഇപ്പോഴുള്ള ഓഫർ പ്രൈസിൽ നമ്മുടെ അഗ്നി 3 ബാച്ച് പർച്ചേസ് ചെയ്യുക. 9995 400 800 എല്ലാവർക്കും അറിയുന്ന നമ്പറാണ്. ജസ്റ്റ് വിളിക്കുക, അഡ്മിഷൻ എടുക്കുക. ഈ മറ്റു ഒരു കാറ്റഗറി ഓഫ് കുട്ടികളുണ്ട്, സാർ അഗ്നി ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്ത കുട്ടിയാണ്, പക്ഷെ എനിക്ക് PYQs ഈ പറഞ്ഞ 10-12 വർഷത്തെ PYQസിന്റെ മെറ്റീരിയൽ കിട്ടിയാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്ന മക്കളുണ്ടാവും. സോ അവർക്ക് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സൈലത്തിന്റെ മെറ്റീരിയൽസ്. ജസ്റ്റ് PYQs മാത്രമല്ല, എല്ലാ കോണ്ടന്റുകളും അതിനകത്തുണ്ട്. കോണ്ടന്റിന്റെ കൂടെ തന്നെ കൃത്യമായ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അവസാനത്തെ ഒരു 14 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. മൈൻഡ് മാപ്പ് ഉണ്ടായിരിക്കും. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് പരീക്ഷ ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് സൈലത്തിന്റെ മെറ്റീരിയലിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇത് ടോട്ടൽ ആണ് കേട്ടോ. 1200 രൂപ മൊത്തം മെറ്റീരിയലിന്റെ പൈസയാണ്. അതായത് ഹോൾ സിലബസിന്റെയാണ്, A പാർട്ട് B പാർട്ട് എല്ലാം കൂടിയിട്ടാണ് 1200 രൂപ കേട്ടോ. ജസ്റ്റ് QR ഒന്ന് സ്കാൻ ചെയ്യുക, വേഗം തന്നെ പർച്ചേസ് ചെയ്യുക, ലേറ്റ് ആക്കാതിരിക്കുക. എന്തിനാ നിങ്ങൾ ലേറ്റ് ആക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ഫൈൻ, ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? സോ ഇതാണ് നമ്മുടെ 3 ട്രിക്കുകൾ. അതിന്റെ സൊല്യൂഷൻസും പറഞ്ഞു തന്നു. സോ എല്ലാവരും ഗംഭീരമായിട്ട് പഠിക്കുക. വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കുക. സോ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കാണാം.